ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പാണ് 2025 ജനുവരിയിൽ ഏറ്റവും പുതിയ അറിയിപ്പ്. സർക്കാരിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് ഗവർണർ നടത്തിയ നയപ്രഖ്യാപനമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സുപ്രധാന വഴിത്തിരിവ് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അതിനു മുമ്പായിട്ട് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുൻപുണ്ടായിരുന്ന ഒരു നയം എന്ന് വെച്ചാൽ ക്ഷേമ പെൻഷൻ ഒരു ഔദ്യോഗികമല്ല അല്ലെങ്കിൽ ഒരു അവകാശമല്ല എന്നൊരു രൂപത്തിലുള്ള ഒരു കാര്യമായിരുന്നു ഉണ്ടായിരുന്നത് സർക്കാരിന്. അതൊരു സഹായം മാത്രമാണ് എന്നാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അതായത് 2025 ജനുവരിയിലെ 17-ാം തീയതിത്തെ ഗവർണറുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപനം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ഷേമ പെൻഷന്റെ ഒരു അനുകൂലമായ ഒരു നിലപാട്, അതൊരു അവകാശമാണ് എന്ന രൂപത്തിലുള്ള ഒരു സമീപനം കൂടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. ആദ്യം അതൊരു സഹായം മാത്രമാണ്, ഔദാര്യമല്ല എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ച സ്ഥാനത്ത് ഇന്നിപ്പോൾ അത് ഗുണഭോക്താക്കളുടെ ഒരു അവകാശമാണ്, അത് പെൻഷൻ വാങ്ങുന്നവരുടെ ഒരു അവകാശമാണ് എന്ന ഒരു പൂർണ്ണ സ്ഥിരീകരണം വന്നതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും ഗുണകരമായ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു അറിയിപ്പ് കൂടി പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അറിയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും സുപ്രധാനമായ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വെച്ചാൽ ക്ഷേമ പെൻഷൻ ഇപ്പോൾ 62 ലക്ഷം പേർക്ക് 1600 രൂപ വീതമാണ് നൽകുന്നത്. വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ സർക്കാരിനുണ്ടാവും. എന്നാൽ ആ ബാധ്യത ഉതകുന്ന വിധത്തിൽ വലിയ സാമ്പത്തിക സമാഹരണം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നാണ് സർക്കാർ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1600 രൂപ എന്നത് 1700 രൂപ ആവാനുള്ളൊരു സാഹചര്യം കൂടി ആവുന്നാൽ നയപ്രഖ്യാപന ബജറ്റിൽ ഗവർണർ ഇതിനെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ജനുവരി 17, 2025 നയപ്രഖ്യാപന ബജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപനത്തിൽ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഏറ്റവും ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് ഏറ്റവും ആശ്വാസകരവും അതുപോലെ തന്നെ ഗുണകരമായ വാർത്ത ഇത് ഈ വീഡിയോയിൽ പറയാനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1700 രൂപ ആവുമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന് മാസത്തിൽ ഇപ്പോൾ 900 കോടിയാണ് 1600 രൂപ നൽകാൻ വേണ്ടി സർക്കാർ വിനിയോഗിക്കുന്നത്. അത് 1700 ആകുമ്പോൾ അതിലും കൂടും. 62 ലക്ഷം പേർക്കാണ് ഇത് കിട്ടുന്നത്. 24 ലക്ഷം പേർക്ക് നേരിട്ടും മറ്റുള്ളവർക്ക് അല്ലാതെയും വീടുകൾ എത്തിച്ചും സഹകരണ ബാങ്കുകളിലെ കളക്ഷൻ ഏജന്റുമാർ മുഖേന ഒക്കെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത അല്ലെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ തീർച്ചയായും അത് മുടങ്ങി പോകാതിരിക്കാനുള്ള ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ നമ്മൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ഒരു അവകാശമാണ് എന്ന രൂപത്തിൽ നേരത്തെ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായ ഒരു പുതിയൊരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു ശക്തമായ ഉറപ്പ് ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കും. അത് 100 രൂപ കൂട്ടി ലഭിക്കുമെന്നതുകൂടി ഈ ഗവർണറുടെ ഇന്നത്തെ